اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾക്കാഴ്ച പൂർണ്ണമായി ലഭിച്ച ആൾക്കുണ്ടാകുന്ന ഒരു ഫീലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ലാ തതഅദ്ദ നിയ്യത്തു ഹിമ്മതിക ഇലാ ഗൈരിഹി ഫൽ കരീമു ലാ തതഖത്താഹുൽ ആമാലു. ലാ തതഅദ്ദ വിട്ടുകടക്കാതിരിക്കട്ടെ, നിയ്യത്തു ഹിമ്മതിക നിന്റെ ഉദ്ദേശ ലക്ഷ്യം വിട്ടുകടക്കാതിരിക്കട്ടെ, ഇലാ ഗൈരിഹി അല്ലാഹു അല്ലാത്തവരിലേക്ക്. ഒരു യഥാർത്ഥ അബ്ദിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും സഫലീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് കഴിവുണ്ട് എന്ന മഖാമിലേക്ക് അവനെത്തും. അപ്പൊ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാത് നമ്മളെല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തരാൻ അല്ലാഹു തആലാക്ക് കഴിവുണ്ടെന്ന് അറിയാം. പക്ഷെ അത് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ ഉണ്ട്, ഒരു കണ്ട ഫീൽ ഉണ്ടാവുമല്ലോ. ആ ഒരു ഫീലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലാ തതഅദ്ദ വിട്ടുകടക്കാതിരിക്കട്ടെ, നിയ്യത്തു ഹിമ്മതിക നിന്റെ ഉദ്ദേശ ലക്ഷ്യം, ഇലാ ഗൈരിഹി അല്ലാഹു അല്ലാത്തവരിലേക്ക് നിന്റെ ഉദ്ദേശ ലക്ഷ്യം വിട്ടുകടക്കാതിരിക്കട്ടെ. നീ എന്ത് ചോദിച്ചാലും അതിന് തരാൻ കഴിവുള്ളവനാണ് ആര്? അല്ലാഹു തആല. അതുകൊണ്ട് നിന്റെ ലക്ഷ്യം അല്ലാഹുവിലേക്കല്ലാതെ മറ്റൊരാളിലേക്കും എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. കാരണം ഫൽ കരീമു ഉദാരമതിയായവൻ, എല്ലാം കൊടുക്കാൻ കഴിവുള്ള ഉദാരമതിയായവൻ, ലാ തതഖത്താഹു അവന് വിട്ടുകടക്കാൻ പാടില്ല അൽ ആമാലു പ്രതീക്ഷകൾ. അള്ളാഹുവിനെ തൊട്ട് പ്രതീക്ഷ വിട്ടുകടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഒന്നിനും പോരാത്തവനാണെന്ന് വരും. പ്രതീക്ഷകൾ മുഴുവൻ ആരിലേക്ക് മാത്രമേ മടങ്ങാൻ പറ്റുള്ളൂ? അള്ളാഹുവിലേക്ക് മാത്രമേ മടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ കരീം എന്ന് പറഞ്ഞ വാക്ക് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. കരീം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാരമതി എന്നുള്ള മാനാക്കാണ്. ഉദാരമതിയായവൻ, എല്ലാം നൽകാൻ കഴിവുള്ളവൻ. ഈ കരീമിനിക്ക് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഒരു വ്യാഖ്യാനം പറയുന്നു. കരീം എന്ന് പറഞ്ഞാല് ചോദിക്കുന്നത് ഇഷ്ടമുള്ള ആള് എന്നാണ്. ചോദിക്കുന്നത് ഇഷ്ടമുള്ള ആള്. എത്ര ചോദിച്ചാലും കൂടുതൽ ആ അടിമയെ ആ വ്യക്തി എന്ത് ചെയ്യുള്ളൂ, ഇഷ്ടപ്പെടുള്ളൂ. അവർക്കാണ് എന്ത് പറയാ, കരീം എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ ഉദാരമതി ശരിക്കും ആരാണ്? അല്ലാഹു തആല. എത്ര ചോദിച്ചാലും എത്രമാത്രം ചോദിക്കുന്നു അത്രയും ഇഷ്ടപ്പെടുന്നവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാര് മാത്രമേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല. മാത്രല്ല എന്തു ചോദിച്ചാലും നൽകുന്നവനും ആരാണ്? എന്ത് ചോദിച്ചാലും നൽകാൻ കഴിവുള്ളവൻ, അവനാണ് ഉദാരമതിയായവൻ. അതുപോലെ തന്നെ എത്ര ചോദിച്ചാലും ആക്ഷേപമല്ല. വലാ യുബാലി കം അഅ്താന, എത്ര ചോദിച്ചാലും എന്തില്ല, ആക്ഷേപമല്ല. വലാ ലിമൻ അഅ്ത, ആര് ചോദിച്ചാലും എന്തില്ല, ആക്ഷേപമല്ല. ആര് ചോദിച്ചാലും ആക്ഷേപമല്ല. അത് മുസ്ലിം എന്നില്ല, കാഫിർ എന്ന്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മുസ്ലിം അല്ല, അല്ലെ? ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരല്ല? മുസ്ലിം അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ വ്യക്തിമാരല്ല, മുസ്ലിം അല്ല. അപ്പൊ ഉദാരമതി എന്ന് പറയുമ്പോ മുസ്ലിമുകൾക്ക് മാത്രം കൊടുക്കുക, കാഫിരീങ്ങൾക്ക് കൊടുക്കാതിരിക്കുക, അങ്ങനല്ല. എല്ലാവർക്കും നൽകും, എത്ര വേണമെങ്കിലും നൽകും. അത് തറവാട് നോട്ടല്ല, വ്യക്തികളിലേക്ക് നോട്ടല്ല, അവന്റെ സ്വഭാവത്തിലേക്ക് നോട്ടല്ല, എങ്ങനെയും അല്ലാഹു തആല കൊടുക്കും. പക്ഷെ അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്, അല്ലാഹു അല്ലാത്ത മറ്റൊരാളോട് ചോദിക്കാൻ. വൈദാ റഫഅത ഹാജത്തുൻ ഇലാ ഗൈരിഹി ലാ യർളാ. അല്ലാഹു അല്ലാത്തൊരാളോട് നമ്മളത് ചോദിച്ചാല് അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടൂല. ഇനിയിപ്പോ ഒന്നും വേണ്ട, സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ വാപ്പാടെ അടുത്ത് നല്ല പൈസ ഉണ്ട്.
നമ്മൾ എന്ത് ചോദിച്ചാലും വാപ്പ വാങ്ങിത്തരും. വാപ്പ അറിയാതെ നമ്മളെ അളാപ്പാനോട് പോയി ചോദിച്ചിട്ട് ഒരു കാര്യം നടപ്പിലാക്കി, അത് നമ്മളെ വാപ്പ അറിഞ്ഞാൽ വാപ്പാന്റെ കോലം തീക്കാറും. വാപ്പാന്റെ കോലം അല്ലേ? അപ്പൊ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പൊ അള്ളാഹു താലാക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് ഒരു കാര്യം ചോദിക്കുക എന്നുള്ളത് അള്ളാഹു താലാക്ക് തീരെ ഇഷ്ടമല്ല. എന്നാൽ അള്ളാഹു താലാട് പിണങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു താല അത് അഫു ചെയ്യും. എത്ര പിണങ്ങിയാലും അള്ളാഹു താല എന്ത് ചെയ്യും? അള്ളാഹു താല അഫു ചെയ്യുന്ന ആളാണ്. ആ വിഷയത്തിൽ അള്ളാഹു താലാക്ക് യാതൊരു പരിഭവങ്ങളും ഇല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു കരീം എന്ന് പറയുന്ന പദത്തിനാണ് വ്യാഖ്യാനം പറയണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാള് അവന്റെ പൂർണ്ണമായും ഉൾക്കാഴ്ച കിട്ടി ബഖാഇന്റെ അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ഫീൽ എന്ത് മാത്രമാണ്? അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിലേക്കും അവന്റെ ഒരാഗ്രഹങ്ങളും അവൻ എന്ത് ചെയ്യൂല, തിരിക്കൂല. അള്ളാഹു താലയിലേക്ക് മാത്രമാകുന്ന ഒരു അവസ്ഥ അവൻ ഉണ്ടാക്കിയിടും. അതിന് എന്ത് വേണമെന്നറിയും? പ്രധാനമായിട്ടേ, ഇപ്പൊ ഞാൻ ഇന്നൊരു ദഖായിഖുൽ ഹഖായിഖ് എന്ന കിതാബ് നോക്കിയപ്പോ, നമ്മൾ അള്ളാനെ കാണാൻ ആഗ്രഹിക്കണം. ഏതൊരു കാര്യത്തിനും ആഗ്രഹം ഒരു വലിയൊരു ഇതാണ് അല്ലെ? ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളത് അത് ഫലത്തിന്റെ അടയാളാണെന്ന്, അത് ഫലം കിട്ടുന്നതിന്റെ അടയാളമാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഒന്ന് ഞാനൊരു ഹദീസ് കണ്ടു. അതില് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് എങ്കിൽ അഹബ്ബല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടലിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു താല നമ്മളെ കണ്ടുമുട്ടാനും എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നു. പരിശുദ്ധ ഖുർആനിൽ വേറൊരു ഭാഗത്ത് പറഞ്ഞില്ല, നിങ്ങൾ ഇന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പൊ നമുക്ക് എത്രമാത്രം അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അള്ളാഹു താല എന്ത് ചെയ്യും? അള്ളാഹു താലാക്കും നമ്മളെ കാണാൻ എന്തുണ്ടാവും? ആഗ്രഹം ഉണ്ടാവും. അപ്പൊ രണ്ട് ഭാഗത്തുനിന്നും പ്രണയം വരുമ്പോ കണ്ടുമുട്ടാൻ പ്രയാസമല്ല, മറിച്ച് ഒരു ഭാഗത്തുനിന്നാണെങ്കിൽ പ്രയാസം തന്നെയാണ് അല്ലെ? അപ്പൊ ഞാൻ എത്ര നിങ്ങളെ കാണാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾ ഇന്നെ തൊട്ട് മാറിക്കലാണ്. ഐഡിയ നടക്കും? എന്തിൽ നടക്കുമോ? ഇല്ല. അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടാനുള്ള ആള് പല നിലയ്ക്ക് എന്നെ കാണാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ മൂപ്പര് ഈ വഴിക്ക് പോകുമ്പോൾ ഞാൻ വേറെ വഴിക്ക് പോവുകയാണ്. നടക്കോ? പക്ഷെ രണ്ടാളും ഒരേ റൂട്ടിൽ സഞ്ചരിക്കുമ്പോ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? അതാണ് അള്ളാഹുന്റെ റസൂൽ പറയണത്. അള്ളാഹു താലാനെ കണ്ടുമുട്ടൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു താല നിങ്ങളെ കാണാനും എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നു. ഒന്നും വേണ്ട. ഇപ്പൊ ഇന്ന് ഞാനൊരു കിതാബ് നോക്കിയപ്പോ അതിൽ കാണുന്നുണ്ട്, മൻ നളറല്ലാഹു ഇലൈഹി, ഒരു വ്യക്തിയിലേക്ക് അള്ളാഹു താല നോക്കുകയാണ്. നളുറത്തൻ, ഒരൊറ്റ നോട്ടം. മൻ നളറല്ലാഹു ഇലൈഹി, ഒരു വ്യക്തിയിലേക്ക് അള്ളാഹു താല നോക്കുകയാണ്. നളുറത്തൻ, ഒരൊറ്റ നോട്ടം. എങ്കിൽ വഖഅതു ലഹു മിൻഹാ സക്റത്തൻ, ആ ഒരൊറ്റ നോട്ടം കൊണ്ട് ഓന്റെ ഹൃദയത്തിൽ സക്റത്തൻ, പ്രണയത്തിന്റെ മസ്തങ്ങ് ഇറങ്ങിച്ചെല്ലും. ഓന്റെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും? ഓൻ പിന്നെ ഉന്മാദത്തിന്റെ അവസ്ഥയിലായിരിക്കും. പ്രത്യേകമായ ഒരു ഉന്മാദത്തിന്റെ അവസ്ഥയിലായിരിക്കും. ലഹരി ഓനെ ബാധിക്കും. ഏതാ ലഹരി? ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി പ്രണയത്തിന്റെ ലഹരിയാണ്. പ്രണയത്തിന്റെ ലഹരി എന്ന് പറഞ്ഞാൽ അൽ മഹബ്ബത്തു അഅമാന, സ്നേഹം ഒരു മനുഷ്യന്റെ കണ്ണിനെ കുരുടനാണ്. സ്നേഹത്തിന്റെ മുമ്പിൽ ചിലപ്പോ മാതാപിതാക്കൾ മാത്രമല്ല തോൽക്കുക, കുടുംബങ്ങൾ മാത്രമല്ല, സമൂഹം ഒന്നാകെ പരാജയപ്പെടും. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ബുർദയിൽ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമം മൂത്തിട്ടേ ബൂസൂരി ഇമാമിന്റെ രണ്ട് ഭാഗത്തും കരഞ്ഞിട്ട് പാട് വന്നു. അപ്പൊ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, എന്തൊരു സ്നേഹാണ്. അപ്പൊ മൂപ്പര ബൈത്തിലൂടെ തന്നെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൽ എന്നെ ആക്ഷേപിക്കുന്നവനെ, എന്റെ മഹബ്ബത്തിന്റെ ആഴം നീ അറിയുമായിരുന്നെങ്കിൽ നീ എന്നെ ഒരിക്കലും എന്ത് ചെയ്യുമായിരുന്നില്ല? ആക്ഷേപിക്കുമായിരുന്നു. അതിന്റെ ആഴം, അതിന്റെ പരപ്പ് നിനക്കറിയായിട്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ഏറ്റവും ഉന്നതമായ പ്രണയത്തിന്റെ ഒരു നോട്ടുണ്ട്. അത് ഒരു വ്യക്തിയിലേക്ക് അള്ളാഹു തആല നോക്കിയാൽ വഖഅതു ലഹു മിൻഹാ സക്റത്തൻ, പിന്നെ ഒരു ഉന്മാദത്തിലേക്കാണ്. അള്ളാഹു എന്നുള്ള ലഹരി മാത്രമേക്കാണ് അവനക്ക് ഉണ്ടാകുക. വആശ ഖുലൂദൻ ബിലാ മൗത്തിൻ, പിന്നെ അവൻ ശാശ്വതമായി എന്നും ജീവിക്കും. ബിലാ മൗത്തിൻ, പിന്നെ അവനക്ക് എന്തില്ല? മരണമല്ല. പിന്നെ അവനക്ക് എന്തില്ല? മരണം എന്ന് പറയുന്ന സാധനമല്ല. ഹയാത്തു സ്വഹാബ എന്ന് പറയുന്ന കിതാബില്, ഹയാത്തു സ്വഹാബ എന്ന് പറയുന്ന കിതാബില് ചില സ്വഹാബത്തിന്റെ ചരിത്രം പറഞ്ഞോടുത്ത്, ഒരു ദുഷ്ടനായ രാജാവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട്
അർദ്ധരാത്രി ആരും കാണാതെ സ്വഹാബത്തിലേക്ക് രക്ഷപ്പെട്ടു പോരുന്ന ഒരു സ്വഹാബിയുടെ കഥ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ആ സ്വഹാബി ഇങ്ങനെ ആരും കാണാതെ ഇങ്ങനെ പോവുകയാണ്. ഭടന്മാരെങ്ങാനും എന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ പമ്മി പോകുന്നുണ്ട്. കുറെ ദൂരം ചെല്ലുമ്പോ ഒരു ശക്തമായ കുതിരകളുടെ കുളമ്പടി ശബ്ദം കേട്ടു. കുതിരകളുടെ കുളമ്പടി ശബ്ദം മനസ്സിലാവുണ്ട്. ആ സമയത്ത് ഈ സ്വഹാബി ആകെ പേടിച്ചു പോയി. തന്നെ പിടിക്കാൻ വേണ്ടി ആരെങ്കിലും ശത്രുക്കൾ വരികയാണോ നോക്കി. മനസ്സിലാവുണ്ട്. അതില് പെട്ടെന്ന് ദൃഷ്ടി പതിച്ചപ്പോ നല്ല സുന്ദരമായ അതുവരെ കാണാത്ത ചില കുതിരകളുടെ പുറത്ത് വഫാത്തായി പോയ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള ഉന്നതരായ സ്വഹാബികൾ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് ഈ സ്വഹാബിന്റെ നേരെ മുമ്പിക്ക് കയറി ചെന്ന് നിന്നു. നിങ്ങളൊക്കെ വഫാത്തായി പോയ ആൾക്കാരല്ലേ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കുതിരപ്പുറത്ത് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫാത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ. അവർക്ക് അതാണ് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ഹയാത്തുൻ ബഅദൽ മൗത്ത്. ഒരു മരിച്ചാലും മരിക്കൂല. ജനങ്ങളുടെ കേവലമായ കണ്ണിൽ നിന്ന് അവർ മരിച്ചവരാണ്, പക്ഷെ അവർ ശാശ്വതമായ നിലക്ക് മരിച്ചവരല്ല. അതുകൊണ്ടാണ് പറയുന്നത് വആശ ഖുലൂദൻ, അവരെന്നെന്നും ശാശ്വതമായി ജീവിക്കുന്നവരാണ്. ബിലാ മൗത്ത്, അവർക്ക് എന്തില്ല? മരണം എന്ന് പറയുന്ന സാധനം അവരെന്തില്ല. ജനങ്ങൾ കാണുകയെ അവർക്ക് മരണം സംഭവിക്കും. ജനങ്ങളുടെ ജനാസ കൊണ്ടുണ്ടാവും, ഖബറിൽ മറമാടനുണ്ടാവും. പക്ഷേ അബ്ദാനുഹും ഫിദ്ദുന്യ ഖുലൂബുഹും ഫീ തഹ്തിൽ അർശ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്ത് കിട്ടിയാല് അള്ളാഹുവിന്റെ ഒരൊറ്റ സ്നേഹത്തിന്റെ ഒരു തിരുനോട്ടം നമ്മിലേക്ക് വരികയാണെങ്കിൽ അതിനെന്തു വേണം? നമ്മളെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിലേക്ക് വെക്കണം. എനിക്ക് എന്ത് തരാനും എൻ്റെ പടച്ച റബ്ബിന് കഴിവുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി. പിന്നെ ആ ജീവിതം വളരെ മനോഹരമായിരിക്കും. ഒരു പുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരു സിംഹം കടുവയ്ക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് കടിച്ചിട്ടാണല്ലോ കൊണ്ടുപോകുക. പൂച്ചയൊക്കെ കണ്ടിട്ടുണ്ട്, എൻ്റെ പെരയിൽ പൂച്ച ഉണ്ട്, കടിച്ചിട്ടാണ് കൊണ്ടുപോകുക. അപ്പൊ ഈ സിംഹം എന്ത് ചെയ്യാണ്? തൻ്റെ വായ കൊണ്ട് സിംഹക്കുട്ടിയെയും മാൻകുട്ടിയെയും കടിച്ചു പോവുക. ആ ഒരു സന്ദർഭം പുരാണ കഥയിൽ വളരെ മനോഹരമായി ഒരു ഉപമ എന്നോണം വിവരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയും? ഈ സിംഹം തൻ്റെ വായിൽ ഏതുണ്ട്? സിംഹക്കുട്ടിയുണ്ട്, മാൻകുട്ടിയുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ദുർഘടമായ വഴികളിലൂടെ പോകുമ്പോ ഈ സിംഹക്കുട്ടിക്ക് ഒരു ലാഞ്ചനയില്ല, ഒരു പേടിയില്ല, ഒരു പരിഭവമല്ല. പക്ഷേ ആ സിംഹത്തിന്റെ വായയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്ന മാൻകുട്ടിക്ക് പേടിയാണ്. ഓരോ നിമിഷങ്ങളും ഓരോ അനക്കങ്ങളും പേടിയാണ്. കാരണം എവിടെ എത്തിയിട്ടാണ് എന്നെ കടിച്ചു കൊല്ലുക എന്നറിയില്ല. എന്നാൽ അതേ വായയുടെ മറുഭാഗത്ത് നിൽക്കുന്ന മാനിക്ക് എന്തില്ല? അല്ല, ഈ സിംഹക്കുട്ടിക്ക് ഒരു പേടിയില്ല. ഇതേപോലെ ആയിരിക്കും ഒരു യഥാർത്ഥ വിശ്വാസി. വിശ്വാസി എന്ന് പറയുന്നത് സിംഹക്കുട്ടിയെ പോലെയാണ്. എത്ര ദുർഘടമായ വഴിയിലൂടെ ചാടി പോയാലും ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മയുടെ വായയിലാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യം, എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ബോധ്യം, അതൊരു മുസൽമാന്റെ ബോധ്യമാണ്. ഈ മാന്റെ ബോധ്യം ഏത് നിമിഷവും എന്നെ കടിച്ചു കീറാം, അതൊരു അവിശ്വാസിയുടെ ഹൃദയമാണ്. അതേമാതിരി നമ്മളാകാൻ പാടില്ല. സിംഹക്കുട്ടിയുടെ ഹൃദയം പോലെ ആയിരിക്കണം. എൻ്റെ പ്രപഞ്ചനാഥന്റെ കരാളഹസ്തങ്ങളിലാണ് ഞാൻ. എൻ്റെ റബ്ബ് കരുതി കഴിഞ്ഞാൽ എന്നെ ഒന്നും ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്ന ഉറച്ച ഈമാന് വേണം. നമ്മൾ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുണ്ട് എന്നൊരു ഹൃദയബോധ്യം എന്തുണ്ടാകണം? നമുക്കുണ്ടാവണം. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മളെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? അള്ളാഹു തആല ഹുബ്ബ് നിറച്ചു തരും. ഹുബ്ബ്, സ്നേഹം എന്ന് പറയുന്ന സാധനം നിറച്ചു തരും. ഒരു ഇബ്നുൽ ഫാരിദ് എന്ന് പറയുന്ന മഹാന് ഒരു ബൈത്ത് പറയുന്നുണ്ട്. വലമ്മാ തജല്ലത് ലിൽ ഖുലൂബി തസാഹമത് അലാ ഹുസ്നിഹൽ ആശിഖീന മതാബിഉ അലാ ഹുസ്നിഹാലിൽ ആശിഖീന മതാമിഉ വലമ്മാ തജല്ലത് ലിൽ ഖുലൂബി, ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ സൗന്ദര്യങ്ങൾ ഇങ്ങോട്ട് വെളിവായപ്പോ, ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിന്റെ സൗന്ദര്യങ്ങൾ ഇങ്ങോട്ട് വെളിവായപ്പോ ആശിഖീങ്ങളാകുന്ന ആളുകള് ആ പ്രണയം എന്ന് പറയുന്ന ആ മധുചഷകം കിട്ടാൻ വേണ്ടി അതിന്റെ പിന്നാലെ തിക്കും തിരക്കും കൂട്ടി എന്ന് വളരെ രസകരമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഫാരിദ് പറയുന്നുണ്ട്. ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ സ്നേഹം, അത് ആശിഖീങ്ങളെ ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു അംശം കിട്ടാൻ വേണ്ടി
ഒരല്പം കിട്ടാൻ വേണ്ടി അതിന്റെ പിന്നാലേക്കാരും വേറെ ഒന്നിലേക്കും അവന്റെ ശ്രദ്ധ എന്ത് ചെയ്യൂല. ആ ഒരവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുക ഒരു വിശ്വാസി പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അത് ഏറ്റവും ഒരു മനോഹരമായ ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ പ്രണയം കൽബിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച. ഇപ്പൊ ഞാന് ഇന്ന് കിതാബ് നോക്കിയപ്പോ ഒരു മഹാൻ പറയുന്നുണ്ട്, ഏറ്റവും വലിയ അറിവ് അള്ളാഹു എന്ന അറിവാണ്. ഏറ്റവും വലിയ ദർശനം അള്ളാഹു എന്ന ദർശനമാണ്. ഏറ്റവും വലിയ പ്രണയം അള്ളാഹുവിനോടുള്ള പ്രണയമാണ്. അതുകൊണ്ട് നീ ഒന്നായി തീരുക. ഏറ്റവും വലിയ അറിവ് അള്ളാഹു എന്നുള്ള അറിവാണ്. ഏറ്റവും വലിയ ദർശനം അള്ളാഹുവിന്റെ ദർശനമാണ്. ഏറ്റവും വലിയ പ്രണയം അള്ളാഹുവിനോടുള്ള പ്രണയമാണ്. അതുകൊണ്ട് നീ ഒന്നായി തീരുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ അള്ളാഹുവിലേക്ക് മാത്രം നമ്മളെ ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു മാത്രം വിരിയുന്നൊരവസ്ഥ വരും. ഇത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കാർക്കും മനസ്സിലാവൂല. പക്ഷെ അത് അനുഭവിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു രസവും ഉന്മേഷവും തോന്നും. ഒന്നും കൂടി അർത്ഥം വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ലാ തതഅദ്ദ, വിട്ടുകടക്കാതിരിക്കട്ടെ, നിയ്യത്തു ഹിമ്മത്തിക്ക, നിന്റെ ഉദ്ദേശ ലക്ഷ്യം വിട്ടുകടക്കാതിരിക്കട്ടെ, ഇലാ ഗൈരിഹി, അള്ളാഹു അല്ലാത്തവരിലേക്ക്, അള്ളാഹുവിനോട് മാത്രം നിന്റെ കാര്യങ്ങളും നിന്റെ ആവശ്യങ്ങളും പറയുക. കാരണം നിന്റെ കണ്ടനാടിയേക്കാൾ അള്ളാഹു അടുത്തവനാണ്. ഫൽ കരീമു, ഉദാരമതിയായവൻ, ലാ തതഖത്താഹു, അവനെ വിട്ടുകടക്കാൻ പാടില്ല അൽ ആമാലു, പ്രതീക്ഷകൾ. കാരണം എല്ലാത്തിനും ഏത് പ്രതീക്ഷകൾ നൽകാൻ കഴിവുള്ള അള്ളാഹു ഉണ്ടാകുമ്പോ അള്ളാഹുവിനെയും വിട്ട് മറ്റൊരാളിലേക്ക് നമ്മളെ പ്രതീക്ഷകൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ബഹുമാനപ്പെട്ട സഅദൂൻ അൽ മജ്നൂൻ എന്ന് പറയുന്ന മഹാനോട് ചോദിച്ചില്ലേ, നിങ്ങൾ എവിടുന്ന് വരുന്നു? അദ്ദേഹം പറഞ്ഞു, ഹുവ, ഞാൻ അവനിൽ നിന്നാണ് വരുന്നത്, അള്ളാഹുവിൽ നിന്നാണ്. എവിടേക്ക് നീ പോകുന്നു? അള്ളാഹുവിലേക്ക്. അവർക്ക് വേറെ ഒന്നിന്റെ ആവശ്യമല്ല. കാരണം എന്റെ രസം മൂലം ആസ്വദിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ.